മതിയോ? പാലക്കാട് വന്നിട്ടെങ്കിൽ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാതെ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നുള്ളത് ശ്രീ സരസ്വതി ടീ സ്റ്റാളിലാണ് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പാലക്കാടിനെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാം രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ കറക്റ്റ് സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അകത്ത് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി കഴിക്കാം. ഞാൻ ബേസിക്കലി ഇഡ്ഡലി ഫാനല്ല, ദോശ ഫാനാണ്. പക്ഷേ ഇത് നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അകത്ത് പോയി കഴിച്ചിട്ട് നമുക്ക് നോക്കാം. വാ കമ്മോ. ഇവിടെ ഇഡ്ഡലി അല്ലാണ്ട് നല്ല മുരത്തെ ഉഴുന്നുവടയും കിട്ടും കേട്ടോ. അതാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നപ്പം ഇവിടെ തകൃതിയായിട്ടൊരു ചേട്ടനും ചേച്ചി നിന്നങ്ങോട്ട് ഇഡ്ഡലി ചുടുവാണ്. ഡെയിലി ഇവിടെ 3000-ന് മേളിൽ അധികം രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ രാമശ്ശേരി ഇഡ്ഡലിക്ക് എന്താണ് ഇത്ര പ്രത്യേകതയെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. ഉണ്ടാക്കുന്നത് പോലും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. മണ്ണിൻ്റെ ഒരു പാത്രം പോലൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ വല നെയ്തിട്ട് അതിന് മുകളിൽ നല്ല നനുത്ത തുണി വെള്ളത്തിൽ നനച്ചിട്ട് അതിട്ടിട്ട് ആ തുണിയുടെ മുകളിലാണ് നമ്മൾ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുന്നത്. സാധാരണ നമ്മുടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഇഡ്ഡലി പോലെയല്ല, നല്ല ദോശയുടെയൊക്കെ പരുവത്തിൽ ഇന്ന് കുറച്ച് കട്ടിയായിട്ട് ആ ഇഡ്ഡലി കോരി ഒഴിച്ച് അവിടെ വേവിക്കുകയാണ്. അങ്ങനെ 3 പാത്രങ്ങളിൽ, അതായത് അറ്റ് എ ടൈം 6 പാത്രങ്ങളിലാണ് അവിടെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും കയറി ഇഡ്ഡലി ഉണ്ടാക്കാൻ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. ഇതിവിടെ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6:30 വരെ ഇവിടെ നല്ല ഇഡ്ഡലി കിട്ടും. ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു, ആളുകൾ ഇങ്ങനെ വന്ന് കഴിച്ച് പൊക്കോണ്ടേയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഡെയിലി റുട്ടീൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പരിപാടി കുറച്ച് രസകരമാണ് കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങോട്ട് നിർത്താൻ പറ്റണില്ല. ഞാൻ അവരെയൊക്കെ മാറ്റിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നു, തിരിച്ച് പാത്രത്തിലേക്ക് ഇടുന്നു. അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ഈ വെന്ത ഇഡ്ഡലിയെ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ഇലയിലേക്ക് തട്ടിയിട്ടാണ് തിരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് തട്ടുന്നത്. ഈ തട്ടുന്ന ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞൊരു ഇലയാണ്. ഇലയുടെ പേര് ഞാൻ മറന്നുപോയി, അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വന്ന് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുക. അവരുടെ കിച്ചൺ നമ്മൾ കൈ അടക്കിയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഇഡ്ഡലി എടുക്കുന്നതിലൊക്കെ എന്തൊക്കെയോ തെറ്റുണ്ടായപ്പം ഇവിടുത്തെ അമ്മ വന്ന് പറഞ്ഞു തരുവാണ് ഇത് ഏത് സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഈ ഇഡ്ഡലിയുടെ പുറത്ത് ഇച്ചിരി വെള്ളം തേക്കും കേട്ടോ. വെള്ളം തേച്ചിട്ട് പതിയെ മുകളിൽ നിന്ന് ഇത് താഴോട്ട് വലിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് കൈ കിട്ടും. നമ്മൾ ഈ സാധനം എടുത്ത് വെച്ച് ക്ലോസ്. നമ്മൾ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുക. നമ്മളുണ്ടാക്കിയിട്ടില്ലേ നമുക്ക് കഴിക്കാം. നമ്മളിന്ന് എത്തിയിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ് കേട്ടോ. 200 വർഷത്തിലധികമായിട്ട് രാമശ്ശേരി ഇഡ്ഡലി കൊടുക്കുന്ന ശ്രീ സരസ്വതി ടീ സ്റ്റോളിലാണ് നമ്മളിന്നുള്ളത്. ഒരു പ്ലേറ്റ് ഇഡ്ഡലിയിൽ വരുന്നത് 4 ഇഡ്ഡലിയാണ് കേട്ടോ. 4 നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 2 എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ താരം, ഇഡ്ഡലി പൊടിയാണ്. ഞാൻ ആദ്യം ഇഡ്ഡലിപ്പൊടി കുറച്ചിട്ടു. അവിടെ തന്നെ അവർ നമുക്ക് നല്ലെണ്ണയുടെ കുപ്പി കൊണ്ടുവന്ന് വെക്കും കേട്ടോ. നല്ലെണ്ണ ചാലിച്ചാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തു. കൂടാതെ ഇതിൻ്റെ നല്ല മുളക് ചമ്മന്തി ഉണ്ട്. അത് നല്ല എരിവാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല ചമ്മന്തി, നല്ല സാമ്പാർ. നമ്മളൊക്കെ വീടുകളിൽ തേങ്ങ അരച്ച് സാമ്പാർ വയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ സാമ്പാർ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല മുരത്തെ ഉഴുന്നുവട. ആ ഉഴുന്നുവടയുടെ ക്രിസ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, അത് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി എണ്ണയിലാണ് അത് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ വളരെ ആസ്വദിച്ചത് കഴിക്കുവാണ്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി നമ്മൾ പറയത്തില്ലേ, അതാണ് സംഭവം. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും കേട്ടോ. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. കഴിച്ചിട്ടും എനിക്ക് കൊതി മാറുന്നില്ല. 2 കൂടെ കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചു. നമുക്ക് ഇനിയും വേറെ ഷൂട്ട്സ് എടുക്കാനുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ കഴിച്ച് വയറ് ഫുള്ളാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 2 ഒതുക്കി നിർത്തി. നമ്മൾ ഇഡ്ഡലി കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഞാൻ ഇഡ്ഡലി ഫാനല്ല, ദോശ ഫാനാണ്. പക്ഷേ ഇന്ന് തൊട്ട് ഞാൻ ഇഡ്ഡലി ഫാനാണ് കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലി, നോർമൽ ഇഡ്ഡലി അല്ല, രാമശ്ശേരി ഇഡ്ഡലി. ഇങ്ങനെ ഭയങ്കര പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി, സാമ്പാർ, മുളക് ചട്നി, പൊടി നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് എല്ലാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. എല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്ഥലമാണിത്, ശ്രീ സരസ്വതി രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ്. ഇവിടെ ഡെയിലി ഒരു 3000 എബോ ഇഡ്ഡലീസ് ഉണ്ടാക്കാറുണ്ട്. എല്ലാം മുരത്ത് ഉഴുന്നോടെ ഉണ്ടായിരുന്നത്. ഉഴുന്നോടെ അടിപൊളിയാണ്. ഞാൻ ഉഴുന്നോടെയും കഴിക്കാറില്ല. ഇന്ന് ഞാൻ അതും കഴിച്ചു കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പാലക്കാട് സീരീസ് ഗോയിങ് ഓൺ ആയിട്ട് കാണുമായിരിക്കും. ദിസ് ഇസ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.